നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന സസ്യം മുക്കുറ്റിയാണ്. നമുക്ക് എല്ലാവർക്കും നിത്യജീവിതത്തിൽ കണ്ടുവരുന്ന ഒരു സസ്യമാണിത്. ഇത് രണ്ട് തരത്തിലുണ്ട്. നാട്ടിൻപുറങ്ങളിൽ കാണുന്നതും അതുപോലെ കാട്ടുപ്രദേശങ്ങളിൽ കാണുന്നതും വ്യത്യാസമുണ്ട്. അത് കുറച്ചുകൂടി വലുതായിരിക്കും. ഈ സസ്യം പ്രധാനമായും കണ്ടുവരുന്നത് കേരളം, ബംഗാൾ, ഡെക്കാൻ, കർണാടക തുടങ്ങിയ പ്രദേശങ്ങളിലാണ്. ജെറാനിയേസി എന്ന ഫാമിലിയിൽപ്പെടുന്ന ഈ സസ്യം ശാസ്ത്രനാമം വരുന്നത് ബയോഫൈറ്റം സെൻസിറ്റൈവം എന്നാണ്. ഏകദേശം 10 തൊട്ട് 15 സെൻറ്റിമീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഒരു സസ്യമാണിത്. ദശപുഷ്പങ്ങളിലെ ഒരു പ്രധാന ഔഷധം കൂടിയാണിത്. ഇതിൻ്റെ ദേവതയായി കണക്കാക്കുന്നത് ശ്രീപാർവതിയെയാണ്. ഈ സസ്യം പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് രക്തപിത്തം അഥവാ ബ്ലീഡിംഗ് ഡിസോർഡേഴ്സിനാണ്. ഏകവർഷിയായ ഈ ചെടി ചിലപ്പോൾ ചിരസ്ഥായിയായും വളരാറുണ്ട്. സംസ്കൃതത്തിൽ സമങ്ക, അലംബുഷ, പീതപുഷ്പ എന്നെല്ലാം പറയുന്നു. ഇതിൻ്റെ കൂടുതൽ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ആചാര്യൻ ഡോക്ടർ CM ശ്രീകൃഷ്ണൻ വിശദീകരിക്കുന്നതാണ്. മുക്കുറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ ചെറിയൊരു ചെടിയാണെങ്കിലും അത് അത്ഭുതമായ ബലസിദ്ധിയുള്ളതാണ്. ഏറ്റവും പ്രധാനമായി നമ്മൾ ഉപയോഗിക്കാൻ പറഞ്ഞാണെങ്കിൽ ഈ മുക്കുറ്റി ഒരു രക്തസ്തംഭനമാണ്. ഈ ശരീരത്തിൽ ഈ വ്രണത്തിൽ നിന്ന് രക്തം ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ മുക്കുറ്റി അരച്ച് ലേപനം ചെയ്ത് കഴിഞ്ഞാൽ അല്പം നിൽക്കും. അതുപോലെ ഈ മുക്കുറ്റി അരച്ച് തേച്ച് കഴിഞ്ഞാൽ മുറിവുകൾ പെട്ടെന്ന് ഉണങ്ങും. മാത്രമല്ല മുക്കുറ്റി ഇട്ട് വെളിച്ചെണ്ണ മൂപ്പിച്ച് അത് തേച്ചാലും ഈ ചൊറി ചരങ്ങിനൊക്കെ വളരെ അത്ഭുതമായ ബലമാണ്. ഇതും ഒരു ദശപുഷ്പത്തിൽപ്പെട്ട ഒരു ചെടിയാണ്. പിന്നെ ഈ ഫംഗൽ ഇൻഫെക്ഷൻ, ഈ ഒടികളിലെ കക്ഷത്ത് അങ്ങനെയുള്ള ഭാഗത്തൊക്കെ ഉണ്ടാകുന്ന ചൊറിയുണ്ട്, ഫംഗസ്, അതിൽ ഈ ദിവസേന കുളിക്കലേൻ്റെ മുക്കുറ്റി അരച്ച് ഈ കലക്കം പോലെയാക്കി തേച്ച് കുളിച്ച് കഴിഞ്ഞാൽ അത് വളരെയധികം ശമനം ചെയ്യുന്നതാണ്. പിന്നെ മുക്കുറ്റി ഇതുപോലെ ഈ വിഷശമനമാണ്. ഈ അലർജി അതുപോലെ വിഷം അങ്ങനെയുള്ളതിലൊക്കെ ഈ മുക്കുറ്റിയുടെ സ്വരസം എടുത്ത് തേൻ ചേർത്ത് കൊടുത്താൽ വളരെ അത്ഭുതമായ ഫലമുള്ളതാണ്.